ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെൻഡൻ്റ് ആണ്. അതിന് വേണ്ടത് 2mm ഗോൾഡൻ ബീഡ്സ്, 3mm ബൈക്കോൺ ബീഡ്സ്, 3mm തന്നെ വൈറ്റ് പേള്, പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ചെയിൻ. ഇതുപോലെ ചെയിൻസ് മീറ്റേഴ്സായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെയിന് പ്ലെയിൻ ആയിട്ടുള്ളതോ ഇതുപോലെ ബീഡ്സ് ആയിട്ടുള്ളതോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് തിൻ സൈസിലുള്ള നീഡിൽ, നൈലോൺ ബീഡിങ്ങിന് യൂസ് ചെയ്യുന്ന നൈലോൺ ത്രെഡ്. നമ്മൾ ആദ്യം വൈറ്റ് ബൈക്കോൺ ബീഡ് 4 എണ്ണം, ഇതുപോലെ കൊരുത്തെടുത്തിട്ട് ത്രെഡിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കെട്ടി യോജിപ്പിക്കുക. ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ബൈക്കോണ്. പക്ഷേ യൂസ് ചെയ്യുന്ന പേള് വൈറ്റ് തന്നെയുള്ളത് യൂസ് ചെയ്യണം. ഗോൾഡൻ ബീഡും സെയിം തന്നെയാണ്. ബൈക്കോൺ ബീഡ്സിൻ്റെ കളേഴ്സ് മാറ്റി ചെയ്യാം. ആദ്യം നമ്മൾ 4 ബൈക്കോൺ ബീഡ് ഇട്ടിട്ട് കൊരുത്തെടുത്ത് നന്നായിട്ട് കെട്ടി യോജിപ്പിച്ച് വീണ്ടും നമ്മൾ 3 ബൈക്കോൺ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ 5 സെറ്റായിട്ട് വീണ്ടും 3, വീണ്ടും 3, ദെൻ വീണ്ടും 3, ഇതുപോലെ 5 സെറ്റായിട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു ബീഡ് ഇട്ടിട്ട് യോജിപ്പിക്കണം. ഇത് സെൻറ്ററിൽ യോജിപ്പിക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബീഡിട്ട് ആദ്യത്തെ 4 ബീഡിൽ സെൻറ്ററിൽ കൂടെ എടുത്തതിന് ശേഷം വീണ്ടും ഒരു ബീഡ് ഇട്ടിട്ട് ഇപ്പുറത്തെ ഓപ്പോസിറ്റിലൂടെ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഒരു പൈപ്പ് സ്റ്റൈലിൽ കിട്ടും. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നീഡിലിനെ ഏതെങ്കിലും ഒരു ബീഡിൻ്റെ എൻഡിൽ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു എഡ്ജിലെ എൻഡിലേക്ക് നീഡിലിനെ ഇതുപോലെ കൊണ്ടുവരിക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഓരോരോ ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ്സ്, ദെൻ നെക്സ്റ്റ് ബീഡിനകത്തൂടെ പുറത്തെടുക്കുക, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇടുക, അതിൻ്റെ ഇടയ്ക്കുന്ന നെക്സ്റ്റ് ഗ്യാപ്പിൽ ഗോൾഡൻ ബീഡ്. അങ്ങനെ അറൗണ്ട് ചെയ്തിട്ട് 6 ഗോൾഡൻ ബീഡ്സ് വരും. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഗോൾഡൻ ബീഡ്സ് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അറൗണ്ട് ചെയ്തിട്ട് ഗോൾഡൻ ബീഡ്സ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി ലൂസായിട്ട് ഫീൽ ചെയ്യും. ഈ പൈപ്പ് പോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഈ സൈഡിൽ ബീഡിങ് കഴിയുമ്പോഴാണ് അത് ടൈറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ലൂസായി പോകുന്നത് പോലെയോ അഴിഞ്ഞു പോകുന്നത് പോലെയോ ഫീൽ ചെയ്യും. ഓക്കെ, അറൗണ്ട് ചെയ്തിട്ട് 6 എണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഗോൾഡൻ ബീഡ്സിൻ്റെ സൈഡിലൂടെ ത്രെഡ് പുറത്തെടുത്തിട്ട് 3 ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ആ സെയിം 1 ഗോൾഡൻ ബീഡിനകത്തൂടെ നീഡിൽ ചുറ്റിയെടുക്കുക. അതായത് 4 എന്നുള്ള രീതിയിൽ സെറ്റായിട്ട് വരും. അറൗണ്ട് ചെയ്തിട്ട് അത് ചെയ്തെടുക്കണം. ഇതുപോലെ 3 ഗോൾഡൻ ബീഡ് ഇടുക. ആദ്യം നമ്മൾ ഇട്ട ഗോൾഡൻ ബീഡിനകത്തൂടെ പുറത്തെടുക്കുക. ഇതുപോലെ അറൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 4 ഗോൾഡൻ ബീഡായിട്ട് വരും. അതിൻ്റെ ഏറ്റവും മുകളിലെ ഗോൾഡൻ ബീഡിൽ, അതായത് 3 എണ്ണം ഇട്ടതിലെ രണ്ടാമത്തതിനകത്തൂടെ വീണ്ടും ത്രെഡ് പുറത്തെടുക്കുക.
ആ ഓരോ ഗ്യാപ്പിനകത്തും ഓരോ ബീഡ്, ഓരോ പേൾ വേണം ചെയ്യാൻ. പേൾ ചെയ്ത് പേൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ത്രെഡ് ഇതുപോലെ കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവന്നതിൻ്റെ ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്താണോ ഏത് രീതിയിലാണോ ചെയ്തത് സെയിം മെത്തേഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഓരോ ബീഡിന് ഗ്യാപ്പിനകത്ത് 1 ഗോൾഡൻ ബീഡ് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം 3 ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് അറൗണ്ട് ചെയ്തിട്ട് ഒന്നിച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ഗ്യാപ്പായിട്ടുള്ള ആ ഏരിയയിൽ തന്നെ 1 പേള് ഇട്ടിട്ട് അറൗണ്ട് ചെയ്തിട്ട് അങ്ങനെ പേള് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ചെയ്യാൻ നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല എലിഗൻ ലുക്കായിട്ടുള്ള ഒരു പെൻഡൻ്റാണ്. അറൗണ്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം 6 ബീഡിനകത്തൂടെയും ത്രെഡ് എടുക്കുക. നമ്മളിപ്പോൾ 6 പേൾസ് ഇട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് 6 പേൾസിനകത്തൂടെയും ഒരു തവണ കൂടെ ത്രെഡ് ഒന്ന് അറൗണ്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അഴിഞ്ഞു പോവാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് അകത്തേക്ക് ഒരു 2-3 ബീഡിനകത്തേക്കും കൂടെ ത്രെഡ് കയറ്റിയതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് ഗ്ലൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അതല്ല നമ്മൾ നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, അഴിഞ്ഞു പോരില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഹൈഡ് ചെയ്ത് അകത്തേക്ക് ഹൈഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്നുകൂടെ സെക്യൂർ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് നോർമലി നമ്മൾ എത്ര ലെങ്ത്തിലാണോ ചെയിന് വേണ്ടത് അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏത് സൈസിലാണോ നമ്മുടെ നെക്ക് സൈസിനനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൈസ് കുറയ്ക്കാം. അതെല്ലാം നമുക്ക് ഇത്തിരി ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് എനിക്കൊന്നും കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞ ടൈപ്പിൽ വരുമ്പോഴാണ് ഈ പെൻഡൻറ്റിനൊരു ഭംഗിയും കാര്യങ്ങളും നമുക്ക് കാണാനും പറ്റുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ചെയിൻ കട്ട് ചെയ്തിട്ട് പെൻഡൻറ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെയിനിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് 16 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ചെയിനാണ്. ജസ്റ്റ് ഇങ്ങനെ ചെയിനിൻ്റെ സെൻറ്ററിലേക്ക് പെൻഡൻ്റ് ഇടാതെ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. തിന്നായിട്ടുള്ള സൈസ് കുറഞ്ഞിട്ടുള്ള ജംപ് റിങ്ങിൽ നമ്മൾ ഈ പെൻഡൻറ്റിൻ്റെ ഒരു സൈഡിൽ ത്രെഡ് വെച്ചിട്ട് തുന്നിയതാണല്ലോ, അപ്പോൾ 1-2 ത്രെഡിൽ ലോക്ക് ചെയ്തിട്ട് ചെയിനിലേക്ക് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ. അത് കഴിഞ്ഞ് ചെയിനിൻ്റെ സെൻറ്റർ ഇത് കഴുത്തിലൂടെ ഇടാൻ പറ്റില്ല. 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ നെക്ലേസ് ലെവലിലുള്ള സൈസായിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊളുത്തും ജംപ് റിങ്ങും കൂടെ യോജിപ്പിക്കുക. അതുകൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പീസ് റെഡിയാണ്. ഇതിലിനി നമ്മളിതുപോലെ നമ്മളങ്ങനെ ഫിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയിനിനകത്തൂടെ ഇടുകയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഫിക്സ് ചെയ്തതേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.